ഹായ് ഫ്രണ്ട്സ്, ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സാധനം ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും തന്നെ ചപ്പാത്തി ബാക്കിയായാലും വേസ്റ്റാക്കി കളയണ്ട. ഇനി ഈ രീതിക്കൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ എയർ ഫ്രയർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ രീതിക്ക് വലിയ രീതിക്ക് കയ്യിലുണ്ട് പിച്ചെടുത്താലും മതി. ഞാൻ ജസ്റ്റ് കത്രിക എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതേ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എയർ ഫ്രൈയിൽ ഞാനിതിന് ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ഞാൻ അല്പം ഇട്ട് നോക്കിയതാണ് കേട്ടോ. എത്രയാണ് ടൈം വെക്കേണ്ടതെന്ന് ചെറിയൊരു പിടുത്തമില്ല. അപ്പോൾ ഞാനൊരു 13 മിനിറ്റാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അത് ഓവർ കുക്കായിട്ടുണ്ട്. ഓവർ കുക്ക് കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുണ്ട്. ഇത് ഫുള്ള് ഞാൻ വെതറിയിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് 150 ഡിഗ്രിയിൽ 9 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ അതാണ് കേട്ടോ കറക്റ്റ് ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യത്തേത് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് ഇങ്ങോട്ട് കറക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളെ കയ്യിൽ എയർ ഫ്രൈ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ വെയിലത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ എയർ ഫ്രൈ ഉള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അങ്ങനെ ഇത് ഞാൻ ഇപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 9 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ചൂടോടെ ഞാനിത് ജാറിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നല്ല ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഫൈൻ കേട്ടോ, ചെറിയൊരു തരികൾ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഹിന്ദിക്കാർ ഉറുദുക്കാരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇവർ ഇങ്ങനെ കേട്ടോ അവർ ട്രഡീഷണൽ ഒരു ഇതാണ് കേട്ടോ. അവർ പ്രായം തയ്യുന്ന പെൺകുട്ടികൾ തയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കൽ. മല്ലിത എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നിയതാണ് ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന്. അവർ ഇതുപോലെ പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കി എന്താ ചപ്പാത്തി ആയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര അതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പഞ്ചസാര പകരം നിങ്ങൾക്ക് ശർക്കര ഇട്ട് കൊടുക്കാം, ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും. എന്നിട്ട് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടി ജസ്റ്റ് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ശരിക്കും രീതി ഉണ്ടാവൽ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് എയർ ടൈറ്റ് കണ്ടൻറ്റിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ബോക്സിലിട്ടിട്ട് നമുക്ക് വേണ്ടിയ സമയത്ത് ചായൻ്റെ ഒപ്പം നമുക്ക് വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്താണ്. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എത്ര ആയാലും കേട് കൂടാതെ നമുക്കിത് സൂക്ഷിച്ച് നമുക്ക് എയർ ടൈറ്റ് നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മറ്റൊരു വീഡിയോയിൽ കാണുമല്ലോ. എല്ലാവർക്കും നന്ദി.